പ്രസിഡന്റ് ശ്രീ സന്തോഷ് കുമാറിനെ 2 വാക്ക് സംസാരിക്കുന്നു. ക്ഷണിച്ചു. ശ്രീ ജയചന്ദ്രനും പ്രശസ്ത സാംസ്കാരിക നായകൻ MT വാസുദേവൻ നായരുടെയും ഓർമ്മകൾ പുതുക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. പ്രവാസി മലയാളി അസോസിയേഷൻ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ ഈ മഹാരഥന്മാർക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അതിലുപരി നമ്മുടെ ഭാഷാ സ്നേഹത്തിൻ്റെയും ആദരവുകയാണ്. പാവഗായകൻ ശ്രീ ജയചന്ദ്രനെ കുറിച്ച് ഓർത്താൽ മലയാളിക്കെന്നും ഓർമ്മിക്കുവാനും പാടി നടക്കുവാനും ഉതകുന്ന തരത്തിൽ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ്. മലയാളിക്ക് പ്രണയത്തിലും വിരകത്തിലും സന്തോഷത്തിലും എപ്പോഴും കൂട്ടായി നിന്നിരുന്നു ആ ശബ്ദം. അരനൂറ്റാണ്ടിൻ്റെ ഗാന സഭയ അതിലൂടെ ഏകദേശം 10,000-ത്തിലധികം ഗാനങ്ങൾ ആ ശബ്ദത്തിലൂടെ ഒഴുകിയെത്തി. അരനൂറ്റാണ്ട് മലയാളി മതിവരാതെ കേട്ടു. 1966 പുറത്തിറങ്ങിയ കളിത്തോഴൻ എന്ന ചലച്ചിത്രത്തിലെ ദേവരാജൻ മാസ്റ്ററുടെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന തുടങ്ങുന്ന ഗാനം ഇപ്പോഴും മലയാളികൾ പാടി നടക്കുന്നുണ്ട്. 1986 ദേശീയ അവാർഡും 5 പ്രാവശ്യം കേരള സംസ്ഥാന അവാർഡുകളും 2 പ്രാവശ്യം തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2020 JC ഡാനിയൽ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. പ്രശസ്തിയുടെ യാതൊരു ആടയാഭരണവും അണിയാത്ത ഒരു പച്ചയായ മനുഷ്യനായിരുന്നു ശ്രീ ജയചന്ദ്രൻ. അതുപോലെ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ 2 അക്ഷരമാണ് MT വാസുദേവൻ നായരുടെ സാഹിത്യ സംഭാവനകളും മലയാള സംസ്കാരത്തിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനവും വളരെ വലുതാണ്. മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും മുദ്ര പതിപ്പിച്ച ഇദ്ദേഹം അധ്യാപകൻ, പത്രാധിപർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. MT മലയാളിക്കൊരു പാഠപുസ്തകം, ആയിരങ്ങളുടെ ഉള്ളിൽ കഥകളുടെ വിസ്മയം തീർത്ത മനുഷ്യൻ. വായനക്കാരുടെ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് മലയാളത്തിൻ്റെ മഹാനായ ഇത്തിഹാസം സഞ്ചരിച്ചു. ആഴമേറിയതും ഉൾക്കാഴ്ചയുള്ളതുമായ കഥ പറച്ചിലിന് പേര് കേട്ട MT ഗൃഹാതുരത്വവും കുടുംബ ബന്ധങ്ങളുടെ സങ്കീർണതയും സാമൂഹിക പ്രശ്നങ്ങളും കേരളത്തിൻ്റെ മാറുന്ന ഭൂപ്രകൃതിയും ജീവിതം, മരണം, മനുഷ്യന്റെ അസ്തിത്വം എന്നിവയെക്കുറിച്ചുള്ള ദാർശനിക പ്രതിഫലനങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ മലയാള സാഹിത്യ ലോകത്ത് ഒരു പുത്തൻ ഉണർവ് വഴിയൊരുക്കി. ഏകാന്തനായ ആ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നടത്തിയ സ്വതന്ത്ര പ്രഖ്യാപനം പിൻതലമുറകൾക്ക് നൽകിയ ആത്മവിശ്വാസം വളരെ വലുതാണ്. മലയാളത്തിൽ വള്ളത്തൂർ, അരവിന്ദൻ, കാവാല നാരായണപ്പണിക്കർ തുടങ്ങി 1-ലധികം മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ ഉണ്ടായിരുന്നു. ഈ നവോത്ഥാന വ്യക്തിത്വങ്ങളുടെ അണിയിൽ അവസാനത്തെ കണ്ണിയാണ് MTയുടെ സാഹിത്യ കൃതികളിലെ ശ്രദ്ധേയമായ കൃതികളാണ് 4 കെട്ട്, 2-ാം മൂലം, മഞ്ഞ്, കാലം, അസുരകെട്ട് മുതലായവ. തകരുന്ന ജന്മിത്വം 4 കെട്ടുന്ന ആവാസ വ്യവസ്ഥയുടെ അകത്ത് ജീവിക്കുന്നവരുടെ കഥ. അതേ പേരിൽ തന്നെ 1958 4 കെട്ടുന്ന നോവൽ പുറത്തുവരികയും അത് വായനക്കാരുടെ ഭീതി പിടിച്ചുപറ്റുകയും ചെയ്തുവെങ്കിലും 2-ാം മൂലമാണ് ഇതിൽ വളരെ ശ്രദ്ധേയമായത്. തകരുന്ന തറവാടുകളും ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെടുന്ന മനുഷ്യന്റെ നെടുവീർപ്പുകളും ഒപ്പിയെടുത്ത എക്കാലത്തെയും മികച്ച കഥാകൃത്താണ് MT. 1984 പുറത്തിറങ്ങിയ 2-ാം മൂലം ഒരു തറവാടിന്റെ തകർച്ചയുടെ കഥയാണ്. ദശാബ്ദങ്ങൾ നീണ്ട കുടുംബകലകം തകർക്കുന്ന കുരുവംശം എന്ന ഒരു തറവാടിന്റെ കഥ. ആ കഥ പറയാൻ അദ്ദേഹം തിരഞ്ഞെടുത്തതാകട്ടെ ആത്മനമ്പരങ്ങൾ ഉള്ളിൽ ഒതുക്കുന്ന ഭീമൻ എന്ന യോദ്ധാവിനെ. 2-ാം മൂലം മടക്കി എന്നോ നടന്ന മറ്റൊരു വീരഗാഥയല്ല, അത് നമ്മ ഓരോരുത്തരുടെയും കഥയാണ്. വിശ്വാസ വഞ്ചനയുടെ പ്രമാണകോടികളും അപമാനിക്കപ്പെടുന്ന മനുഷ്യരും കഷ്ടതകളുടെ അജ്ഞാതവാസവും ജയിക്കേണ്ട കുരുക്ഷേത്രങ്ങളും യാതൊരു ജീവിതത്തിൽ തീവ്രതയുടെ ഏറ്റക്കുറച്ചിലൂടെ കടന്നു വരുന്നു. ആത്മാവിന് ശാന്തി നേരുന്നു. പിന്നെ ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം ഒരു മലയാളത്തിൻ്റെ ഭാവഗീതകനായിരുന്നു. അദ്ദേഹം ഭാവഗീതങ്ങളിൽ ഒരുപാട് ഭാവഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അത് ഒരിക്കലും മലയാളികൾ മറക്കില്ല. നമ്മൾ കേരളീയരുള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ആ പാട്ടുകളൊക്കെ നമ്മൾ ഇപ്പോഴും പുതിയ പാട്ടുകൾ കേൾക്കുന്നതിനെക്കാട്ടി ഒരു മെലഡിയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. എല്ലാവരും എല്ലാ കാലവും പിന്നെ നമ്മൾ കേൾക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു മാന്യ വ്യക്തിയാണ്. ഈ 2 വ്യക്തികൾ ശ്രീ ജയചന്ദ്രൻ്റെ ആത്മാവിന് വേണ്ടി ആത്മശാന്തിക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്നു. അടുത്തതായി സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ രമേഷ് കുമാറിനെ ക്ഷണിച്ചിരുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പ്രവാസി മലയാളി അസോസിയേഷനുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് 2 സിനിമാക്കാരെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് വാസുദേവൻ നായർ സാർ, വിജയചന്ദ്രൻ, അവർക്ക് ഇരുവർക്കും ഒരേ ഒരു കാര്യത്തിലേ ഉള്ളൂ, സിനിമ. ഒരാൾ കലയെ സ്നേഹിച്ച ആൾ, സാഹിത്യകാരൻ, ഇന്നൊരാൾ പാട്ട്. ജയചന്ദ്രൻ മാഷിൻ്റെ ഒരു പാട്ട്, എനിക്ക് പാട്ട് പാടാൻ കഴിവില്ല, പാട്ട് പാടാൻ അറിയില്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു നല്ലൊരു ഇഷ്ടപ്പെട്ട 4 പേര്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തേ ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ പ്രേമ സഹോരി സഹോരി. ഈ 4 വരി എന്തിനാണ് കുറിക്കുന്നത്? മനസ്സിലുള്ള ഫീലിങ്സ് ആണ്, അല്ലേ? ഇത്രയും 2 വ്യക്തികൾ, മഹാവ്യക്തികൾ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയാലും അവരുടെ വാക്കുകളും അവരുടെ പാട്ടുകളും എന്നും 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 നിലനിൽക്കും എന്നുള്ള കുറിപ്പോടുകൂടി ഈ അനുസ്മരണ പ്രഭാഷണം ഇവിടെ വെച്ചു. ഇനിയും കുറേ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട് എന്ന് പറയാൻ കാരണം കൂടുതലായിട്ട് സംസാരിക്കാനുള്ള ആളും നമുക്ക് കൂടുതൽ അറിവ് രണ്ടുപേരെ കുറിച്ച് കൂടുതൽ അറിവ് നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ ഡോക്ടർ സുഷമാനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസോസിയേഷൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, പാർട്ടി, നമ്മുടെ അഡ്വൈസേഴ്സ്, അതുപോലെ പ്രസിഡന്റ്, എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും, അതുപോലെ എല്ലാ പഴയ മെമ്പർമാർക്കും, പുതിയ അംഗങ്ങൾക്കും എല്ലാവർക്കും ആദ്യമേ നമസ്കാരം പറയുന്നു. നമ്മളിവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഓർമ്മകളെ നെഞ്ചിലേക്കാൻ വേണ്ടിയാണ്. ആ മഹാവ്യക്തിത്വമാണ് LT എന്ന 2 അക്ഷരം, MD എന്ന 2 അക്ഷരം. നമ്മുടെ മലയാള സാഹിത്യത്തെ MD ആക്കിയിട്ട് പോയിരിക്കുകയാണ്. മലയാള സാഹിത്യത്തെ MD ആക്കിയിട്ട് പോയിരിക്കുന്ന 2 അക്ഷരമാണ് MT വാസുദേവൻ. അദ്ദേഹത്തിനെ കുറിച്ചൊരു പരിചയപ്പെടുത്തലാവട്ടെ, അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയാനാവട്ടെ, നമുക്കൊരു അനുസ്മരണ യോഗത്തിന്റെ ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അനുസ്മരണം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾക്ക് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ സ്മരിക്കുകയാണ്, വീണ്ടും സ്മരിക്കുകയാണ്. ആ സ്മരണം എന്തിനു വേണ്ടി ആയിരിക്കണം എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുന്നു, ഇവിടെ കൂടിയിരുന്ന അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നു, അത് കേട്ടതിന് ശേഷം നമ്മൾ പുറത്തു പോകുന്നു. നമ്മൾ അതിൽ നിന്നും എന്താണ് സ്മരിച്ചുകൊണ്ട് പോകുന്നത്? നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വരും തലമുറയിലേക്ക് നമ്മൾ എന്താണ് പകർന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാം. ഒന്നാമത്തെ കാര്യം, ഈ MD വാസുദേവൻ നായരുടെ അനുസ്മരണം നടത്തണമെന്ന് വഴക്കിട്ട് രാകേഷിനോട് പറയുന്നത് ഞാനാണ്. നിങ്ങളെല്ലാം പ്രോഗ്രാം നടത്തും, ഒരു ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ, സാഹിത്യകാരന്മാരെ നിങ്ങൾ ഏത് രീതിയിൽ നോക്കണമെന്ന് നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നാണ് നല്ല വഴക്കിട്ടോ. ഇല്ല മേഡം, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ സൗകര്യത്തിനനുസരിച്ച് പുള്ളിക്കാരൻ ഡേറ്റ് ഫിക്സ് ചെയ്തു. അതറിയാതെ ആ ഒരു ഡേറ്റ് ഒരു 2 മാസം മുമ്പ് ഒരു പരിപാടി, അതുകൊണ്ട് പിന്നെ വിളിച്ച് സോറി പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം വേറെ പരിപാടി ഇരിക്കുമ്പോഴേ രമേഷിനും ഈ ദിവസം വയ്ക്കാം, ശരി ആ ദിവസം വയ്ക്കാം. അപ്പോൾ പറഞ്ഞത് രാകേഷ് മെസ്സേജ് ഇട്ടിരിക്കുന്നു, ഫയറൊക്കെ ഇട്ടിരിക്കുന്നു, മാമ ഇങ്ങനെ പോകുന്നത്, മാമയൊക്കെ പറഞ്ഞു. അയ്യോ ഞാൻ തന്നെയാണ് പറഞ്ഞത്, സോറി പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ടായിരുന്നു രാകേഷ് ഒന്ന് മാറ്റണം. ഇതുപോലെ സത്യം പറഞ്ഞാൽ 4 പ്രാവശ്യമാണ് രാകേഷ് ഈ പ്രോഗ്രാം മാറ്റിവെക്കുന്നത്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എൻ്റേത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ മെമ്പർമാരോടും, പ്രത്യേകിച്ച് രാകേഷിനോടും ക്ഷമ പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 1 വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഓർമ്മ കുറയുന്നത് കൊണ്ടായിരിക്കാം
ഓർമ്മകളൊക്കെ ഇല്ലാത്ത ആ ഡേറ്റുകളൊക്കെ മറന്നു പോവുകയും പിന്നെ വരാന്നൊക്കെ പറയുന്നത് അങ്ങനെ എനിക്ക് തോന്നിയില്ല. പിന്നെ പക്ഷേ എപ്പോഴും ലഗേജ് വെക്കുന്നവര് ഒന്നുകിൽ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, ആ തിരക്കുള്ള സമയത്തായിരിക്കും. അപ്പോൾ പെട്ടെന്ന് എന്താണ് പറയേണ്ടതെന്ന് ഓർമ്മ വരാതെ ചെയ്യുവാണി അവരാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ MDA അനുസ്മരിക്കുന്നതിന് നമ്മളുടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഞായറാഴ്ച ദിവസം MD P ജയചന്ദ്രൻ രണ്ടുപേരും മലയാളത്തിന്റെ എന്താ പറയുന്നത് സാഹിത്യ സമ്പത്തുകളെ. അദ്ദേഹത്തിന്റെ ജയചന്ദ്രന്റെ പാട്ടുകളെ ഇന്നും നെഞ്ചേറ്റും എന്നുള്ളതിന്റെ തെളിവാണ് പാടാത്ത വീണയും പാടും എന്ന് പറഞ്ഞതുപോലെ പാടാത്ത രമേശ് മാഷും പാടി നമ്മളിപ്പം കേട്ടത്. അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ആ ഭാവ ഗാനങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ MDയെ കുറിച്ച് അറിയാത്ത ആരുമില്ല എന്ന് തന്നെ നമുക്ക് മലയാളത്തിൽ പറയാം. MDയെ കുറിച്ചുള്ള ഒരു പൂർണ്ണ ജീവിത ചരിത്രം, അദ്ദേഹത്തിന്റെ കഥകൾ എന്തൊക്കെയായിരുന്നു, ആ കഥകളുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നൊക്കെ സന്തോഷ് മാഷ് വളരെ നല്ല രീതിയിൽ ഒരു അവലോകനം തന്നെ അദ്ദേഹം നല്ലപോലെ പഠിച്ച് അദ്ദേഹം വന്നപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അനുസ്മരണം എന്ന് നമ്മൾ പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ സങ്കുലതമായിട്ടുള്ള ചിന്തകളെയും ആ മനസ്സിന്റെ ജാലകങ്ങളെ തട്ടി തുറക്കുന്ന അല്ലെങ്കിൽ തുറക്കുന്ന രീതിയിൽ വലിച്ചു തുറക്കുന്ന രീതിയിലുള്ള കഥകളായിരുന്നു MDയുടെ. നിർമ്മാലയത്തിനെ കുറിച്ച് പറഞ്ഞു. 1973 ഉള്ള കഥയാണ് നിർമ്മാലയം, സിനിമയാണ്. ആ സിനിമ മാഷ് പറഞ്ഞ പോലെ അതൊരു മാഷാണ് പറഞ്ഞത് റവല്യൂഷണറി ആണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. കാര്യം അതിനകത്ത് പറയുന്ന വെളിച്ചപ്പാടിന്റെ ദുഃഖത്തിന്റെ കഥയാണ്. വെളിച്ചപ്പാട് പോലെ നമുക്കറിയാം, ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒരു ദൈവത്വം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പോലെ നമ്മൾ കാണുന്ന ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് വെളിച്ചപ്പാട് കാണുന്നത്. ആ ചിത്രത്തിന്റെ അവസാനം വെളിച്ചപ്പാട് എന്താ ചെയ്യുന്നത്? കാർപ്പിച്ച് തുപ്പുകയാണ് ഭഗവതിയുടെ മുഖത്തെ, അതും ചോരയാണ് കിട്ടുന്നത്. ഇവിടെയാണ് ആ റവല്യൂഷണറി നവോത്ഥാനം അല്ലെങ്കിൽ ആ MDയുടെ മനുഷ്യന്റെ പച്ച മനുഷ്യന്റെ വെളിച്ചപ്പാടും എഴുത്തുകാരനൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു ജീവിതത്തിൽ ഒരു പച്ചയായ മനുഷ്യനെ എടുത്ത് കാട്ടുന്ന ഒരു കഥ അവിടെ. MDയുടെ കഥകൾ തികച്ചും ധൈര്യം അർഹിക്കുന്ന കഥകളാണ്. വായിക്കുന്നവർക്ക് സങ്കടം ദുഃഖം വരും. നമ്മളെക്കുറിച്ച് നമ്മളാണോ അതിനകത്ത് ഉള്ളതെന്ന്. അശ്രവിത്വം വായിക്കുന്നവർക്ക് കുടുംബഘട്ട എല്ലാ പിള്ളേരും വരും, ഞാൻ ഇനി അശ്രവിത്താവാൻ പാടില്ല. നാലുകെട്ട് വായിക്കുമ്പോഴാണ് ഞാൻ നാലുകെട്ടാണോ എന്റെയും വീട്, എന്റെയും കുടുംബം എന്ന് തോന്നിപ്പോകുന്നു. അതുപോലെ ജീവിതത്തിന്റെ ഗന്ധമുള്ള കഥകൾ അനുഭവങ്ങളിൽ നിന്നും പറിച്ചെടുത്ത് അതുപോലെ വരച്ച് കാണിക്കുന്ന വ്യക്തിത്വമായിരുന്നു മഹാനായ അദ്ദേഹത്തിന്റെ ഓരോ കഥകളും അതിനകത്തുള്ള കോട്ടുകളുണ്ട്. നമ്മൾ എക്സ്പെരിമെന്റോട് കൊടുക്കുന്ന മഹാത്മാഗാന്ധിയുടെ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ഷേക്സ്പിയറിന്റെയും രവീന്ദ്രനാഥ ടാഗോറിന്റെയും കോട്ടുകൾ എങ്ങനെയാണ് പുസ്തകങ്ങളിൽ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതുപോലെ MDയുടെ കോട്ടുകളുണ്ട്. അത് MD എന്ന വ്യക്തി MDയുടെ കഥാപാത്രങ്ങൾ മുഖാന്തരം പറയിപ്പിക്കുന്നത്. ചുമ്മാ നിങ്ങൾ നടിച്ചു നോക്കിയ ഗൂഗിളിൽ പോയിട്ട് ദ കോട്ട്സ് ഓഫ് MD, അത് പല വിഭാഗമുണ്ട്. കോട്ട് എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലുള്ള കോട്ടുകളുണ്ട്. ആ കോട്ട് ഓഫ് പെയിൻ ഉണ്ട്, കോട്ട് ഓഫ് ലൈം ഉണ്ട്, കോട്ട് ഓഫ് ലവ് ഉണ്ട്. നിങ്ങളൊന്ന് നോക്കണം, എത്ര കോട്ടുകളാണ്, എത്ര മഹത്വ വചനങ്ങളാണ്. അതിനൊരു ഡയറിയിൽ എഴുതിയിട്ടിട്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിന്റെയും ഷേക്സ്പിയറിന്റെയും വില്യം ബ്ലേക്കിന്റെയും അല്ലെങ്കിൽ വേർഡ്സ്വർത്തിന്റെയും ഒക്കെ കോട്ടുകൾ പടമെടുക്കേണ്ട ഒരു ആവശ്യം നമ്മൾക്കില്ല. കാര്യം നമ്മൾ നമ്മുടെ സാഹിത്യത്തെയും നമ്മുടെ സാഹിത്യകാരന്മാരെയും നമ്മുടെ കവികളെയും നമ്മുടെ എഴുത്തുകാരെയും തൊട്ടറിയുന്നില്ല. നമ്മളൊരു സിനിമ കാണുന്നു, ആ സിനിമയിലെ നടൻ നമ്മുടെ മനസ്സിൽ, നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കും. ഓ മമ്മൂട്ടി എന്താ അഭിനയം, ഓ മോഹൻലാൽ എന്താ അഭിനയം. പക്ഷെ ആ കഥ എഴുതിയതാരാണ്, ആ തിരക്കഥ എഴുതിയതാരാണ്, എങ്ങനെയാണ് അദ്ദേഹത്തിന് അഭിനയിച്ചിരിക്കുന്നത്, ആ പാട്ട് എഴുതിയതാരാണ്, ആ പാട്ടിന് സംഗീത സംവിധാനം നൽകിയതാരാണ്, ആ പാട്ട് പാടിയതാരാണ്, ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. ആരാണ് അഭിനയിച്ചത്? നമ്മളൊരു പാട്ടിന്റെ കാര്യം പറയുമ്പോൾ ഓ ഇത് മമ്മൂട്ടി പാടിയ പാട്ടാണ്, അല്ലെങ്കിൽ ജയറാം പാടിയ പാട്ടാണ്,
ഈ ഫിലിമിൽ ദിലീപ് പാടിയ പാട്ടാണ് എന്നല്ലേ നമ്മളെപ്പോഴും പറയുന്നത്. എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലായിട്ടുള്ള ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ പുറമേ കാണിക്കുന്നത് മാത്രമാണ് അറിയപ്പെടുക. അതിന് പിന്നിലുള്ള വേദനകളും അല്ലെങ്കിൽ കഷ്ടപ്പാടും പ്രയത്നങ്ങളും ആര് ചെലവഴിക്കുന്നു, ആരെ സമയം, ഇതൊന്നും പ്രത്യേകിച്ച് വേഗം ശ്രദ്ധിക്കപ്പെടാറ്. അത് ജീവിതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. സാഹിത്യത്തിലും വിദ്യാഭ്യാസത്തിലും നമ്മുടെ കുടുംബക്ഷേത്രത്തിലും നമ്മുടെ കുടുംബങ്ങളിലും എല്ലായിടത്തും ഈ അനുസ്മരണ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ അനുസ്മരണത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ചില കാര്യങ്ങൾ. എന്തുകൊണ്ട് MD എന്ന മഹാവ്യക്തിത്വത്തിനെ നമ്മൾ ആദരിക്കുന്നു? MD ഡിസംബർ 2024 ക്രിസ്മസ് മാസം, ഡിസംബർ മാസം മലയാളികൾ മറക്കത്തില്ല. MD അറിയാവുന്നവരും അറിയാത്തവരും ആരുമില്ല. MD നേരിട്ട് കണ്ടിട്ടുള്ളവരല്ല ആരും, MDയോട് സംസാരിച്ചിട്ടുള്ളവരല്ല ആരും, MDയുടെ പുസ്തകങ്ങൾ പോലും വായിച്ചിട്ടുള്ളവരല്ല ആരും. എങ്കിലും MDയുടെ സിനിമകൾ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം MD കഥ MD വാസുദേവൻ നായർ, തിരക്കഥ MD വാസുദേവൻ നായർ. ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, നിർമ്മാണവും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നും MD മലയാള മനസ്സോട് ഈ സിനിമ എന്നതാണല്ലോ മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേഗം ചിന്തിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാധ്യമമായിരുന്നു നമ്മുടെ MD തിരഞ്ഞെടുക്കുന്നത് മനുഷ്യരിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ. MDയുടെ കഥകൾ, ഓരോ കഥകളും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് MD ആരാണെന്നൊന്നും അറിയില്ല. ഒരുപക്ഷെ ഷേക്സ്പിയറിനെ ചോദിച്ചാൽ അവർ പറയും, രവീന്ദ്രനാഥ് ടാഗോറിനെ ചോദിച്ചാൽ അവർ പറയും, ഏഷ്യൻ ഈസോപ്പ് കഥകളും അല്ലെങ്കിൽ തെനാലിരാമൻ കഥകളും കുറച്ചൊക്കെ അവർ കേട്ടിരിക്കാം. നമ്മുടെ മലയാളത്തിലെ OMKയും MD എന്നൊന്നും അവർക്ക് അറിയില്ല. P. ജയചന്ദ്രനെ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ അവർക്കറിയാവുന്നത് ഇന്ന് റിയാലിറ്റി ഷോയിൽ വരുന്ന M. ജയചന്ദ്രനെയാണ്. ജയചന്ദ്രൻ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് അയ്യോ റിയാലിറ്റി ഷോയിൽ വരുന്ന അദ്ദേഹം മരിച്ചോ എന്നാണ്. അവിടെ അത് M. ജയചന്ദ്രൻ, ഇത് P. ജയചന്ദ്രൻ. ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം. ഒരു വ്യക്തിയെ അനുസ്മരിക്കണമെങ്കിൽ അതും കേരളം കടന്ന് പ്രവാസികളായ നമ്മൾ 24 മണിക്കൂറിൽ 15 മണിക്കൂറും നമ്മുടെ ജീവിതം എങ്ങനെ നിലനിർത്താം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ മെച്ചപ്പെടുത്താം, ഏതെല്ലാം രീതിയിലും മെച്ചപ്പെടുത്താം, ഈ ബാംഗ്ലൂർ നഗരത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ആവാം എന്ന് 24 മണിക്കൂറും ചിന്തിക്കുന്ന തലകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപക്ഷെ കൃത്യസമയത്ത് ആഹാരം കഴിക്കാനോ കണ്ണു നിറച്ച് ഉറങ്ങാനോ പരസ്പരം നല്ലപോലെ സഹായിക്കാനോ സംസാരിക്കാനോ ഒന്നിനും സമയമില്ലാത്ത കുറച്ച് പാർട്ട്ണറോടൊപ്പം എൻ്റെ സാഹചര്യത്തിലൊക്കെ സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ ആ ശരി നല്ല സ്ഥലത്താണല്ലോ എന്ന് വിചാരിച്ചോണ്ട് അത് കഴിഞ്ഞിട്ട് ആ ചടങ്ങൊക്കെ കല്യാണത്തിന് നിശ്ചയത്തിന് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇതിൽ വൈഫിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിശ്ചയത്തിന് അന്ന് ഇങ്ങനെ കാണാൻ പറ്റി. അങ്ങനെ കണ്ട് സംസാരിച്ച് പുതുതായിട്ട് അവർ വീട്ടിലേക്ക് വരുന്ന പയ്യെന്നുള്ള നിലയിൽ നോക്കിയിട്ട് സ്നേഹത്തിലൊക്കെ സംസാരിക്കും. ഇപ്പോൾ ജനറലി ഞാൻ മനസ്സിലാക്കി ഇയാൾ ഭയങ്കര വാസുദേവനെ പോലെ തന്നെ ഭയങ്കര റിജിഡായിരുന്നു. അധികം ആൾക്കാരോട് ചിരിക്കുക ഒന്നുമില്ല, രാവിലെ കഴിക്കുന്നു. അവർ ഭയങ്കര ദേഷ്യം, ഒരുപാട് എന്താ പറയുക ചിട്ടകളിൽ ജീവിക്കുന്ന ഒരാളാണ്. 5 മണിക്ക് എണീക്കുക, 9 മണിക്ക് കിടക്കുക, അങ്ങനത്തെ ഒരു ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പിന്നെ വീട്ടിൽ മാരേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പല ഫംഗ്ഷൻസിലും ഇങ്ങനെ കാണാനുണ്ടായി, ഇങ്ങനെ ഇതുണ്ടായി. കുറച്ച് മനസ്സിലുള്ളൊരു എക്സ്പീരിയൻസ്, 6 വർഷം മുമ്പ് എൻ്റെ സിസ്റ്റർ മകളുടെ മാരേജിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ പ്രീവിയസ് നൈറ്റ് അതിന് 2 ദിവസത്തിന് മുമ്പ് വളരെ വീട്ടിൽ നിന്ന് വളരെ ക്ലോസായിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടി വൈകുന്നേരം ഇരുന്നിട്ട് ഞാനുണ്ട്. അവരുടെ മാരേജ് അഹമ്മദാബാദ് വെച്ചിട്ടുണ്ട് സിസ്റ്റേഴ്സൊക്കെ. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഉൾപ്പെടുത്തിൽ എല്ലാവരും ജയമാൻ പറയും. ജയമാനും ഇവരൊക്കെ വന്നിട്ടുണ്ട്, ലക്ഷ്മി മകളുണ്ട്, അവരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു ഇത് വരുമെന്നുള്ളത്. കാരണം 9 മണി എന്ന് പറഞ്ഞാൽ അയാൾ കിടന്നുള്ളത്, പിന്നെ 5 മണിക്ക് എനിക്ക് യോഗ പരിപാടിയാണ്. കുറച്ചൊരു സംശയം വരുമോ വിളിക്കാൻ ആളുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ആളിന് അങ്ങനത്തെ ഒരു സഭയിലേക്ക് വിളിക്കാൻ മതി. കാരണം ചില ആൾക്കാരൊക്കെ മരുന്നൊക്കെ അടിച്ചിട്ട് ആ കല്യാണത്തിൻ്റെ പ്രീവിയസ് നൈറ്റ്സിന് അറിയാലോ. പക്ഷെ വിളിച്ചപ്പോൾ വന്നിട്ട് അന്ന് 9 മണിയുടെ ഉറപ്പൊക്കെ മാറ്റി വെച്ചത് 12 മണി വരെ കൊണ്ടായിരുന്നു. ഇതുപോലെ പഴയ കുറേ പാട്ടുകാരുടെ ഒരു ഫാമിലി മെമ്പർ എങ്ങനെ മിങ്കിൾ ചെയ്യാം,
ബാക്കിയുള്ള അതിൻ്റെ എന്താ പറയുക കളറൊക്കെ മാറ്റി വെച്ചിട്ട് അതിന് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. അത് ഭാഗ്യമില്ല, ആ വീട്ടിൽ കല്യാണം ഒന്നും വന്നു പോയത് എൻ്റെ ബ്ലഡ് റിലേറ്റ് പോലും അല്ലായിരുന്നു. ബട്ട് അങ്ങനെ കുറച്ച് നല്ല ഒക്കേഷൻസ് ഉണ്ടായിരുന്നു. ശിഷ്യ ഇന്ന് വളരെ തിരക്കുള്ള ദിവസമാണ്. ഫേസ്ബുക്കിൽ നോക്കി അറിയാൻ മേഡത്തിനൊക്കെ അതെല്ലാം കണ്ട് നമ്മൾ പങ്കെടുത്ത മേഡത്തിനും എല്ലാവർക്കും സംഘടനയുടെ പേരിൽ നന്ദി.